അന്നൊരുത്തന് മുഖമൊക്കെ മൂടിക്കെട്ടി ഒരു പണ്ടാരക്കാലിനെയും കൊണ്ട് തെക്ക് വടക്ക് കാണുന്നില്ല. 13 പോയിൻ്റ് നദിക്കരയിൽ കാട്ടിൽ ഭയങ്കര നാടകം. അവിടെ ബുൾഡോസർ കൊണ്ടുപോയിട്ട് കുഴിക്കുന്നു. വല്ലാതെ ബലം പ്രയോഗിച്ചാൽ എല്ല് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ബുൾഡോസർ വേണം. മിനി ബുൾഡോസർ കൊണ്ടുപോയിട്ട് മാന്തുന്നു. എന്തെല്ലാം നാടകമാണ്. എന്തോ ഒരു തുണി കിട്ടി, ഒരു സ്ത്രീയുടെ ബ്ലൗസിൻ്റെ കഷ്ണം. പോയോ, അന്ന് കിടക്കപ്പുറതില്ല, മലയാള മാധ്യമങ്ങളൊക്കെ കിട്ടിപ്പോയത്. പിന്നെ ഏതോ ഒരു അസ്ഥി കിട്ടി. ആരുടെയെങ്കിലും അസ്ഥി ആയിരിക്കും, ഏതെങ്കിലും ഒരു മനുഷ്യനെ എവിടെയെങ്കിലും ചത്തുപോയ അസ്ഥി. ഇതൊന്നും കോറിലേറ്റ് ചെയ്യാൻ പറ്റാതെ അവസാനം ഇവൻ കീഴടങ്ങി. ഇവൻ പറഞ്ഞു ഇത് കള്ളക്കഥയാണ്. ഈ കള്ളക്കഥ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. ആ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് വലിയൊരു ഗാങ്ങിൻ്റെ ഓപ്പറേഷനായിരുന്നു. അവർ തന്നെ തലയോട്ടി വാങ്ങി, എല്ല് വാങ്ങി, അത് ഇവനെ ഹയർ ചെയ്തിട്ട് ഇവനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഈ തലയോട്ടി കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ്, പിന്നെ ഈ കുറേ യൂട്യൂബർമാർ അവരിവരൊക്കെ ചേർന്നിട്ട് അങ്ങ് പൊലിപ്പിച്ച് ഒക്കെ വലുതാക്കി കൊണ്ടുവന്നു. എന്നിട്ട് നിയമസഭയിൽ പ്രശ്നമായി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായി, ബഹളമായി, അങ്ങനെ ചെയ്തു. ഇതിൻ്റെ വാസ്തവത്തിൽ ഇതൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. ഇപ്പം തിരുപ്പറക്കുன்றത്ത് നടക്കുന്ന ബഹളം നോക്ക്. ഇതുപോലെ അനാവശ്യമായിട്ട് ഒരു ബഹളം. അവിടെ ശാന്തമായിട്ടിരുന്ന സ്ഥലം അവിടെ ഇറച്ചി വെട്ട് തുടങ്ങുക, അത് കേസിന് പോവുക. അപ്പോൾ ഇറച്ചി വെട്ടാൻ പറ്റില്ല എന്ന് കോടതി പറയുക. അവിടെ കാർത്തിക ദീപം കൊളുത്താൻ പോവുക, അത് പറ്റില്ല എന്ന് HRNC ഡിപ്പാർട്ട്മെൻറ്റ് പറയും. ഇങ്ങനെ ഒരു കാരണവും കൂടാതെ വെറുതെ പ്രകോപനം സൃഷ്ടിച്ച് ഒരമ്പലത്തെ വിവാദത്തിലാക്കുക. ഇത് പല സ്ഥലത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു, ഈ പ്രശ്നങ്ങൾ. ഇദ്ദേഹത്തിന് BJP ബന്ധമുണ്ടെന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് മലയാളത്തിലെ മാധ്യമങ്ങൾ വലിയ ചർച്ചകളായിരുന്നു. വലിയ ചർച്ചകളായിരുന്നു. നരേന്ദ്രമോദിയിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ. അല്ല, ഈ അദ്ദേഹത്തിന് BJPയുമായിട്ട് മാത്രമല്ല ബന്ധം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബന്ധമുള്ള ടീമാണ് ഈ ധർമ്മസ്ഥലയുടെ. കാരണം അവരൊരു ധർമ്മസ്ഥലമാണല്ലോ നടത്തുന്നത്, അമ്പലമാണല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവരുമായിട്ടും നല്ല റിലേഷൻ വെച്ചിട്ടേ പറ്റുള്ളൂ. ഞാൻ പോയിട്ടുണ്ട് അവിടെ 2-3 തവണ ധർമ്മസ്ഥലയിൽ ഞാൻ പോയിട്ടുണ്ട്. അവരുടെ ഈ അന്നദാനം എന്നൊക്കെ പറഞ്ഞ്, അതാണ് അന്നദാനം. ഈ ശബരിമലയിൽ ഇങ്ങനെ പുഴുങ്ങുമെന്ന് പറയില്ല, പപ്പടം പഴം പായസം കൊടുക്കാൻ പോകുന്നത്. പപ്പടം പഴം പായസമൊന്നുമില്ല, സിമ്പിൾ അന്നദാനമാണ്. ചോറ് 1-2 കറി കഴിഞ്ഞു. ബട്ട് സോ നീറ്റ് ആൻഡ് ക്ലീൻ. അത് വിളമ്പുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. വെള്ളം കുടിക്കാൻ ഗ്ലാസ് കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. വലിയ ഗ്ലാസ് ഇങ്ങനെ അട്ടിയായിട്ടൊരാൾക്കാർ ഗ്ലാസ് ഇങ്ങനെ പോയിട്ട് വളഞ്ഞു നിൽക്കുന്നു. അതിൽ നിന്ന് ഓരോ ഗ്ലാസ് എടുത്ത് വെച്ച് അയാളങ്ങ് പോവുകയാണ്. പോകുന്നതോറും ഈ സാധനം ചെറുതാവും. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് അടുത്ത ഗ്ലാസിൻ്റെ വലിയ ടവർ വന്നു. ഇങ്ങനെ ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ്സ് സംഗതിയൊക്കെ ഉള്ളൊരു ക്ഷേത്രം. തിരക്കുണ്ട്, പക്ഷെ തിരക്ക് നമുക്ക് അനുഭവപ്പെടുകയില്ല. തിക്കും തിരക്കും എന്ന് പറയുമല്ലോ, അതില്ല. തിക്കില്ല, തിരക്ക് മാത്രമേ ഉള്ളൂ. ഓൾവേസ് ഫുൾ അതൊക്കെ ആയിട്ട്. ബട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് ഡീസൻ്റായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം. ഇത് അവർക്ക് കണ്ണിൽ പിടിക്കുന്നില്ല, ഈ സോ കോൾഡ് ജിഹാദി ടീമിന്. അതിനുണ്ടാക്കിയ ഒരു കഥയാണിത്.